ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഖേനാണ്. നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല രുചിയോട് കൂടി കഴിക്കാനും നല്ല രസമാണ്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് ഞങ്ങൾ കുറച്ച് ചെറുപയർ എടുത്തിട്ട് വെള്ളത്തിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് അത് എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ച് വേവിച്ച ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞങ്ങളത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര, ഞങ്ങൾ 2 അച്ച് ശർക്കര എടുത്തിരിക്കുന്നത്, അത് നല്ല വൈറ്റാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ല കട്ടി ആയിട്ട് എന്നാലും നമുക്കത് നല്ല ഉരുളോട്ടി എടുക്കാൻ പറ്റുള്ളൂ. നല്ല കട്ടി എടുക്കണം. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണുക. എൻ്റെ വീഡിയോസ് എന്താ ആരും കാണാത്ത എല്ലാവരും പരമാവധി കാണാൻ നോക്കുക. ചിലതൊക്കെ നിങ്ങൾക്ക് അറിയണ തന്നെ കാര്യം, അതാ കാര്യം നിങ്ങൾക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത. അതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് അത് വയ്ക്കരുത്. വെള്ളം കുറച്ച് പറഞ്ഞാൽ മതിയില്ലേ. വെള്ളം കുറച്ച് അധികമായാൽ കട്ടിയാകാൻ പ്രയാസമാണ്. അതുകൊണ്ട് വെള്ളം കുറച്ച് വരിക. ശർക്കര നിങ്ങൾക്ക് എത്ര മധുരം വേണ്ട അതിനനുസരിച്ചിട്ട്. വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ നോക്കുക. വീഡിയോ എല്ലാവരും കാണുക. ഇതിലെന്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അതിന് ശേഷം ഞങ്ങൾ കുറച്ച് മൈദ എടുത്തേക്കണ്. മൈദ ഒന്ന് കലക്കിയേക്ക് അതിക്ക് നിന്ന് ഉപ്പ് അത്യാവശ്യത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കലക്കിയ ശേഷം അങ്ങനെ കലക്കിയ ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മളത് ചൂടാറിയിട്ട് ഇങ്ങനെ ചെറിയ ഉരുളാക്കിയിട്ട് നമുക്ക് മൈദയിൽ മുക്കണം. ആദ്യം ഇങ്ങനെ ഉരുളാക്കി വെക്കുക. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് തരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഉമ്മാട്ട് കൊണ്ടുപോയി കൊടുക്കുക. ഉമ്മാട് ഓർത്തിരിക്കല്ലേ, ഉമ്മാടത്തെ കൊണ്ടു കൊടുത്തു. ഉമ്മാട് വെള്ളത്തിൽ അതിന് ശേഷം നമുക്ക് ഇനി മൈദയിൽ മുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇടും. എന്നിട്ട് എന്തൊക്കെ നിങ്ങളുടെ വീട്ടിൽ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും രസമല്ലേ? വീഡിയോ അടിപൊളിയായിട്ട്
അങ്ങനെ അത് മറിച്ചിടുക. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ നടാടെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതിന്. ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ മൈദയിൽ മുക്കിയിട്ട് അയക്കിടുക. ഞങ്ങൾ സ്പൂണായിട്ട് കോരി. അടിപൊളി അല്ലേ? അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ഓരോ ദിവസവും ഓരോന്നും ഉണ്ടാക്കുക. നേരത്തിനനുസരിച്ച് ചിലപ്പോൾ രാത്രിക്കൊക്കെ വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ. അപ്പം അവർ ജോലിക്ക് പോയിട്ടാണ് മക്കളെ. രാത്രി അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കണം. ഒന്നൊന്ന് വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് എന്നാലും നല്ല ഒന്നൊന്ന് വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഫോൺ തുറന്നു വെച്ച് നിങ്ങളെ വീട്ടിലത്തെ ജോലി എന്തായാലും ചെയ്തോളി. എന്നാലും എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക, എല്ലാവരും കാണാമാക്കരുത്. അങ്ങനെയാണ് കഴിച്ചത്. നല്ല അടിപൊളിയല്ലേ? പിന്നെ അടുത്ത വീഡിയോസ് കാണുന്നവരെല്ലാവർക്കും ബൈ.